ആകാശം കറുത്തു തുടങ്ങിയിരുന്നു. മലബാറിലെ ആ പഴയ തറവാടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വലിയ മാവ് കാറ്റിലൊന്ന് ഉലഞ്ഞു. ആ തറവാടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു. വലിയ ഉമ്മറവും കൊത്തുപണികളുള്ള തൂണുകളും എല്ലാം ആ വീടിന്റെ പ്രൗഢി വിളിച്ചോതുന്നുണ്ട്. പക്ഷേ ആ പ്രൗഢിക്കിടയിലും അവിടുത്തെ അന്തരീക്ഷത്തിനെവിടെയോ ഒരു കയ്പുണ്ടായിരുന്നു. വീടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന പാത്രങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നത് അധികാരത്തിന്റെ സ്വരമായിരുന്നു. ഷംന, ഈ നേരം വരെയായിട്ടും അവിടെ എന്തു ചെയ്യുകയാണ് നീ? മഗ്രിബ് ബാങ്ക് കൊടുത്ത് ഇത്ര നേരമായിട്ടും ഈ ഉമ്മറത്തെ ലൈറ്റു നേടാൻ പോലും നിനക്ക് നേരമില്ലേ? അകത്തളത്തിൽ നിന്ന് ഉമ്മു കുൽസുവിന്റെ ഗൗരവത്തിലുള്ള ശബ്ദമുയർന്നു. ആ തറവാട്ടിലെ സർവാധികാരിയായിരുന്നു അവർ. ഷംന അടുക്കളയിൽ നിന്ന് വേഗത്തിൽ ഉമ്മറത്തേക്ക് ഓടിയെത്തി. അവളുടെ കൈകളിൽ എണ്ണമയമുണ്ടായിരുന്നു. വിയർപ്പ് തുള്ളികൾ നെറ്റിയിൽ മുത്തുപോലെ തിളങ്ങുന്നു. ഇതാ വരുന്നു ഉമ്മ. ഉമ്മറമൊന്ന് തുടച്ചു വൃത്തിയാക്കുകയായിരുന്നു. ഷംന വളരെ താഴ്മയോടെ മറുപടി നൽകി. അവളുടെ മുഖത്ത് ഒരു വിളറിയ പുഞ്ചിരിയുണ്ടായിരുന്നു. ഉമ്മയും വാപ്പയും നേരത്തെ മരിച്ചുപോയ ഷംനക്ക് ഈ വീടായിരുന്നു ലോകം. ഷമീറിന്റെ ജീവിത പങ്കാളിയായി ഈ പടി കടന്നു വന്നപ്പോൾ അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഉമ്മു കുൽസുവിന്റെ കണ്ണുകളിൽ അവൾ വെറുമൊരു മരുമകളായിരുന്നില്ല. പകരം ആ തറവാട്ടിലെ എല്ലാ ജോലികളും പരാതിയില്ലാതെ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. ഷംന ഉമ്മറത്തെ സ്വിച്ചിട്ട് വെളിച്ചം തെളിച്ചു. ആ തറവാടിന്റെ ചുവരുകളിൽ വെളിച്ചം പടർന്നു. അകത്തെ മുറിയിൽ നിന്ന് ഉമ്മു കുൽസു ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ആ വീട്ടിൽ ഷംനക്ക് മാത്രം ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ഷമീർ അപ്പോഴാണ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു വരുന്നത്. ഷംനയുടെ മുഖത്തെ ക്ഷീണം അവൻ കണ്ടു. അവളുടെ കണ്ണുകളിൽ തങ്ങി നിൽക്കുന്ന സങ്കടം അവന് മനസ്സിലായി. പക്ഷേ ഉമ്മയുടെ കർക്കശമായ സ്വഭാവത്തിന് മുന്നിൽ മറുത്തു പറയാനുള്ള കരുത്ത് അവനില്ലായിരുന്നു. ഷമീറെ, നീ വന്നു നോക്ക്. നിന്റെ ഓമന ഭാര്യ ഈ നേരം വരെയായിട്ടും അടുക്കള പണി തീർത്തിട്ടില്ല. ഇവളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഉമ്മ കുൽസുവിന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ ഷംനയുടെ ഉള്ളിൽ തറച്ചു. ഷമീർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. ഷംന ഒരു ദീർഘശ്വാസം വിട്ടു. അത്താഴത്തിനുള്ള വിഭവങ്ങൾ ഓരോന്നായി ഒരുക്കുമ്പോഴും അവളുടെ മനസ്സ് പഴയ കാലത്തേക്ക് പാറിപ്പോയി. വാപ്പയും ഉമ്മയും കൂടെയുള്ളപ്പോൾ അവൾ അനുഭവിച്ച ആ ചെറിയ വീടിന്റെ വലിയ സന്തോഷങ്ങളിലേക്ക് അവളുടെ ഓർമ്മകൾ മാഞ്ഞുപോയി. ഇന്ന് വലിയ തറവാട്ടിൽ അവൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. രാത്രിയായി. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ പോയി. ഷംന മാത്രം അടുക്കളയിലെ ബാക്കി ജോലികൾ തീർത്ത് രാത്രി വൈകി മുറിയിലെത്തി. ഷമീർ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഷമീർക്ക, ഇനി എന്തെങ്കിലും വേണോ? അവൾ മെല്ലെ ചോദിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. വേണ്ട ഷംന, നീ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. നീ വന്ന് കിടക്ക്. അവൻ്റെ ശബ്ദത്തിലെ ആ ചെറിയ ആശ്വാസം മതിയായിരുന്നു ഷംനക്ക്. എങ്കിലും അവൾ ചോദിച്ചു, എനിക്കിവിടെ ഒരു അന്യയെപ്പോലെ തോന്നുന്നീക്ക. ഉമ്മക്ക് എന്നെ ഒന്നിനും വിശ്വാസമില്ലാത്ത പോലെ. ഷമീർ അവളുടെ അരികിലെത്തി. ഉമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ ഷംന. അല്പം കടുപ്പമാണ്. കുറച്ചു കാലം കൂടി നീ സഹിക്ക്. എല്ലാം ശരിയാകും. ആ വാക്കുകൾ എത്രയോ തവണ അവൾ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒന്നും ശരിയാകുന്നില്ലെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൾ പരാതി പറഞ്ഞില്ല. അവളുടെ ആകെയുള്ള ആശ്വാസം അവളുടെ നിസ്കാരപ്പായയായിരുന്നു. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ഷംന എഴുന്നേറ്റിരുന്നു. അവൾ വുളു എടുത്ത് പടച്ചവന്റെ മുന്നിൽ നിന്നു. തറവാട്ടിലെ ഇരുളിൽ അവൾ മാത്രം ഉണർന്നിരുന്നു. തഹജ്ജുദ് നിസ്കാരത്തിനിടയിൽ അവളുടെ കണ്ണീർ ആ നിസ്കാരപ്പായയെ നനച്ചു. പടച്ചവനെ, നീ എല്ലാം കാണുന്നവനാണല്ലോ. എനിക്ക് കുറച്ചുകൂടി ക്ഷമ നൽകണേ നാഥ. എൻ്റെ വാപ്പയും ഉമ്മയും മരിച്ചപ്പോൾ എനിക്ക് കൂട്ടിന് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും എന്നെ കൈവിടരുതേ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അടുത്ത ദിവസം നേരം വെളുത്തത് പുതിയൊരു വാർത്തയുമായായിരുന്നു. ഷംനയുടെ സഹോദരൻ റസാഖ് തറവാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ വരുന്നത് ഷംനയെ കാണാനല്ല, മറിച്ച് മറ്റെന്തോ ലക്ഷ്യം വെച്ചാണെന്ന് ആ തറവാടിൻ്റെ മണമുള്ള കാറ്റ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. റസാഖ് ഗമയിൽ കാറിൽ നിന്നിറങ്ങി. അവൻ്റെ കയ്യിൽ ചില രേഖകളുണ്ടായിരുന്നു. ഉമ്മ കുൽസുവിൻ്റെ മുഖത്ത് ഒരു ദുരൂഹമായ പുഞ്ചിരി വിരിഞ്ഞു. അവർ റസാഖിനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഷംനക്ക് തോന്നി. ഷമീറും റസാഖും ഉമ്മ കുൽസുവും കൂടി ഉമ്മറത്തിരുന്ന് ഗൗരവമായി ചർച്ച തുടങ്ങി. ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്ത് വല്ലാത്തൊരു നിശബ്ദത തളംകെട്ടി നിന്നു. ആ നിശബ്ദതയ്ക്ക് വഞ്ചനയുടെ ഒരു തണുപ്പുണ്ടായിരുന്നു. തൻ്റെ ഏക സഹോദരൻ റസാഖ് ഇത്ര കാര്യമായി അമ്മായിയമ്മ ഉമ്മ കുൽസുവിനോട് സംസാരിക്കുന്നത് മുമ്പൊരിക്കലും അവൾ കണ്ടിട്ടില്ല. റസാഖെ, നീ ഇതിലൊന്ന് ഒപ്പിട്. ഷംനയുടെ പേരിൽ കിടക്കുന്ന ആ തെങ്ങിൻ തോപ്പും വീടും കൈമാറുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
അവൾ ഈ തറവാട്ടിലെ മരുമകളായി ഇവിടെ സുഖമായി കഴിയുമല്ലോ. പിന്നെ അവൾക്ക് എന്തിനാണ് ആ പഴയ സ്വത്ത്? ഉമ്മ കുൽസുവിൻ്റെ സ്വരം വല്ലാത്തൊരു അധികാരത്തോടു കൂടിയതായിരുന്നു. റസാക്ക് ആ രേഖകളിൽ കണ്ണോടിച്ചു. അവനിൽ പണ്ട് കണ്ടിരുന്ന ആ സ്നേഹം ആ നിമിഷം ഷംനയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. മാതാപിതാക്കളുടെ മരണശേഷം തന്നെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയ ആങ്ങളെയാണ് ഇന്ന് മറ്റൊരു വശത്തിരുന്ന് തന്നെ വഞ്ചിക്കാൻ നോക്കുന്നത്. ഇത് ഒപ്പിട്ടാൽ എനിക്ക് കിട്ടേണ്ട വിഹിതത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ ഉമ്മ. റസാക്കിൻ്റെ ഈ ചോദ്യം ഷംനയുടെ ചങ്ക് തകർത്തു. അവൾ പതുക്കെ ഉമ്മറത്തേക്ക് നടന്നു. ചായയുമായി ചെല്ലുന്ന ഷംനയെ കണ്ടതും അവർ സംസാരം നിർത്തി. ഉമ്മ കുൽസു അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. നീ അവിടെ എന്തു നോക്കി നിൽക്കുകയാണ്? ചായ കൊടുത്തിട്ട് അകത്തേക്ക് പോയിക്കോ. ഞങ്ങൾക്കിവിടെ ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഷംന വിറക്കുന്ന കൈകളോടെ ചായ നൽകി. അവൾക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ പതുക്കെ ചോദിച്ചു, റസാക്കിക്ക, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? വാപ്പ എനിക്ക് തന്ന ആ സ്ഥലത്തെക്കുറിച്ചാണോ? റസാക്ക് മുഖം തിരിച്ചു. ഉമ്മ കുൽസു കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീ ഇപ്പോൾ ഈ വീടിൻ്റെ മരുമകളാണ് ഷംന. നിനക്കുള്ളതെല്ലാം ഇവിടെയുണ്ട്. പിന്നെന്തിനാണ് വെറുതെ ആ പറമ്പ് അവിടെ കാട് പിടിച്ചു കിടക്കുന്നത്? അത് വിറ്റ് ഷമീറിന് ബിസിനസ്സിൽ ഒരു സഹായമായാൽ നിനക്കല്ലേ അതിൻ്റെ ഗുണം? ഉമ്മ കുൽസു ദേഷ്യത്തോടെ പറഞ്ഞു. ഷമീർ അവിടെയുണ്ടായിരുന്നെങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല. അവൻ തൻ്റെ ഫോണിൽ എന്തോ തിരയുന്ന ഭാവത്തിൽ മുഖം താഴ്ത്തിയിരുന്നു. സ്വന്തം ഭർത്താവ് തനിക്കു വേണ്ടി സംസാരിക്കുമെന്ന ഷംനയുടെ പ്രതീക്ഷ അവിടെ അസ്തമിച്ചു. ഇക്ക ഒന്നും പറയുന്നില്ലേ? ഷംന ഷമീറിനോട് ചോദിച്ചു. ഷംന, ഉമ്മ പറയുന്നത് കേൾക്ക്. അവർ നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്? ഷമീറിൻ്റെ മറുപടി കേട്ടതും ഷംനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ അകത്തെ മുറിയിലേക്ക് നടന്നു. ഉമ്മയെയും വാപ്പയെയും ഓർത്ത് അവൾ വിതുമ്പി. വാപ്പ, നിങ്ങൾ എന്നെ തനിച്ചാക്കി പോയല്ലോ. എൻ്റെ ആങ്ങള പോലും ഇന്ന് എന്നെ തിരിച്ചറിയുന്നില്ല. അന്ന് രാത്രി ഷംനയ്ക്ക് ഉറക്കം വന്നില്ല. വീടിനുള്ളിൽ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അർദ്ധരാത്രിയിൽ ഷമീർ ഗാഠനിദ്രയിലായിരുന്നപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റു. ഉമ്മറത്തെ മുറിയിൽ നിന്ന് പതുക്കെയുള്ള സംസാരം കേട്ടു. അവൾ വാതിലിന് പിന്നിൽ ഒളിച്ചു നിന്നു. ആ പ്രമാണം ഒളിപ്പിച്ചു വെച്ച സ്ഥലം എനിക്കറിയാം ഉമ്മ. ഉമ്മൂമ്മയുടെ പഴയ അലമാരിൽ ഷംന അത് ഭദ്രമായി വെച്ചിട്ടുണ്ട്. നാളെ അവൾ പുരയിടത്തിലേക്ക് പോകുന്ന സമയത്ത് അതെടുക്കാം. അത് റസാക്കിൻ്റെ ശബ്ദമായിരുന്നു. ഷംന തിരിച്ചുപോയി. സ്വന്തം സഹോദരൻ തന്നെ തൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ കള്ളനായി മാറുന്നു. അവൾക്ക് ഉറക്കെ നിലവിളിക്കാൻ തോന്നി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഉമ്മ കുൽസു ഷംനയോട് പറഞ്ഞു, ഷംന, നീ ഒന്ന് ആ തെങ്ങിൻ തോപ്പ് വരെ പോയി അവിടെ നിൽക്കുന്ന ആൾക്കാരോട് തേങ്ങയിടുന്ന കാര്യമൊന്ന് ചോദിച്ചിട്ട് വാ. ഇന്ന് ഷമീറിന് തിരക്കാണ്. ഷംന ഒന്നും മിണ്ടാതെ ഇറങ്ങി. അവർക്ക് വേണ്ടത് താൻ വീട്ടിലില്ലാത്ത സമയമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അവൾ ഒന്നും ചെയ്തില്ല. ഷംന തിരികെ എത്തിയപ്പോൾ വീട്ടിൽ വല്ലാത്തൊരു ശാന്തതയായിരുന്നു. റസാക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഉമ്മ കുൽസുവിൻ്റെ മുഖത്ത് ഒരു വിജയുടെ ഭാവം. ഷംന പതുക്കെ തൻ്റെ മുറിയിലേക്ക് പോയി. അലമാര തുറന്നു നോക്കിയപ്പോൾ അവൾ കണ്ടു. തൻ്റെ വാപ്പ ജീവനായി കരുതി തന്ന ആ പ്രമാണം അവിടെ ഉണ്ടായിരുന്നില്ല. ഷംന താഴേക്ക് വന്ന് ഉമ്മ കുൽസുവിനോട് ചോദിച്ചു, ഉമ്മ, എൻ്റെ അലമാരയിൽ ഉണ്ടായിരുന്ന ആ പ്രമാണം എവിടെ? ഉമ്മ കുൽസു ചിരിച്ചു. ഏത് പ്രമാണം? നീ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? നിനക്ക് വട്ടായോ പെണ്ണേ? ഷംന ഷമീറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇക്ക, അവർ എൻ്റെ പ്രമാണം എടുത്തു. റസാക്കിക്ക് അത് കൊണ്ടുപോയി. നിങ്ങളൊന്ന് പറയൂ. ഷമീർ തല ഉയർത്തി നോക്കി. ഷംന, നീ എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആ സ്വത്ത് ഇപ്പോൾ വിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. റസാക്കിന് അതിൽ നിന്ന് ഒരു ചെറിയ കടം വീട്ടാനുണ്ട്. ബാക്കി നമുക്കെടുക്കാം. ഷംന അവിടെ തകർന്നു വീണു. സ്നേഹിച്ചവരും വിശ്വസിച്ചവരും ഒരുമിച്ച് അവളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിരിക്കുന്നു. അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അവൾ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. അന്ന് രാത്രി അവൾ ഭക്ഷണം കഴിച്ചില്ല. ആരും തന്നെ അവളെ വിളിക്കാനും വന്നില്ല. ഇരുട്ട് നിറഞ്ഞ ആ മുറിയിൽ ഇരുന്ന് അവൾ തൻ്റെ സങ്കടങ്ങൾ കണ്ണീരായി ഒഴുക്കി. ആ പഴയ തറവാടിൻ്റെ ചുവരുകൾക്ക് അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം പരിചിതമായി കഴിഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷംന അറിഞ്ഞു, തൻ്റെ ആ പഴയ തെങ്ങിൻ തോപ്പും വീടും റസാക്ക് വിൽക്കാൻ തീരുമാനിച്ചുവെന്ന്. ഉമ്മ കുൽസുവിനെ കൂട്ടുപിടിച്ച് അവൻ എല്ലാ രേഖകളും ശരിയാക്കി കഴിഞ്ഞിരുന്നു. ഷംനയുടെ ഒപ്പില്ലാതെ തന്നെ അവർ വഞ്ചനയിലൂടെ കാര്യങ്ങൾ പൂർത്തിയാക്കി. സ്വന്തം പറമ്പിൽ അന്യർ കയറി നിൽക്കുന്നത് കാണാൻ വയ്യാതെ ഷംന വീട്ടിൽ തന്നെ ഇരുന്നു. അയൽവാസികൾ പോലും അവളെ സഹതാപത്തോടെ നോക്കി. ആ വലിയ തറവാട്ടിലെ ഒരു മൂലയിൽ അവൾ വെറുമൊരു നിഴലായി മാറി. ഉമ്മ കുൽസുവിൻ്റെ ക്രൂരതകൾ വർദ്ധിച്ചു. വഞ്ചനയിലൂടെ കിട്ടിയ പണത്തിൻ്റെ അഹങ്കാരത്തിൽ അവർ ഷംനയെ വീണ്ടും പരിഹസിച്ചു. നോക്കു ഷമീറെ, നിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല.
വലിയ തറവാട്ടുകാരിയായി നടന്നിരുന്നവൾ ഇപ്പോൾ ഒന്നുമില്ലാത്തവളായില്ലേ? ഉമ്മ കുൽസുവിൻ്റെ ഓരോ വാക്കും ഷംനയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. പക്ഷേ ഷംന തളർന്നില്ല. അവൾ തൻ്റെ തഹജ്ജുദ് നിസ്കാരങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. പരീക്ഷണങ്ങൾ കൂടുന്തോറും അവൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു. നീ നീതിമാനാണല്ലോ പടച്ചവനെ. ഈ ലോകത്ത് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും നിന്റെ കോടതിയിൽ എനിക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവൾ ആവർത്തിച്ചു പറഞ്ഞു. ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്ത് വഞ്ചനയുടെ കറുത്ത നിഴലുകൾ പടർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഷംനയുടെ വാപ്പ അവൾക്കായി കരുതിവെച്ച ആ തെങ്ങിൻ തോപ്പും ചെറിയ വീടും ഇപ്പോൾ റസാക്കിൻ്റെയും ഉമ്മു കുൽസുവിൻ്റെയും അധികാരത്തിലാണ്. വഞ്ചനയിലൂടെ നേടിയെടുത്ത ആ സ്വത്ത് വിറ്റ പണം കൊണ്ട് റസാഖ് പുതിയൊരു ബിസിനസ് തുടങ്ങുകയും ആഡംബര ജീവിതത്തിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ ഷംനയുടെ ജീവിതം ആ വലിയ തറവാട്ടിലെ ഇരുളടഞ്ഞ ഒരു കോണിലേക്ക് ചുരുങ്ങിപ്പോയി. സ്വർണ്ണനൂല് പോലെ തിളങ്ങേണ്ടിയിരുന്ന അവളുടെ ജീവിതം ഇന്ന് കണ്ണീരിൽ കുതിർന്ന ഒരു പഴയ വസ്ത്രം പോലെയായിരിക്കുന്നു. ഉമ്മ കുൽസുവിൻ്റെ ക്രൂരതകൾക്ക് ഇപ്പോൾ പഴയതിനേക്കാൾ മൂർച്ച കൂടിയിട്ടുണ്ട്. കൈവശം പണം വന്നതോടെ അവരുടെ അഹങ്കാരവും വർദ്ധിച്ചു. എന്താ ഷംന, നീ ഇപ്പോഴും ആ നിസ്കാരപ്പായയിൽ തന്നെയാണോ? നിന്റെ ഈ കരച്ചിൽ കണ്ടിട്ടാണോ പടച്ചവൻ നിനക്ക് ഓരോന്ന് തരുന്നത്? ഭാഗ്യമില്ലാത്തവൾ, നീ വന്നു കയറിയത് കൊണ്ടാണ് എൻ്റെ മോനെ ബിസിനസ്സിൽ വിചാരിച്ചത്ര ലാഭം കിട്ടാത്തത്. അടുക്കളവാതിൽക്കൽ നിന്ന് ഉമ്മ കുൽസുവിൻ്റെ പരിഹാസം മുഴങ്ങി. ഷംന ഒന്നും മിണ്ടിയില്ല. അവൾ തൻ്റെ തട്ടം ഒന്നുകൂടി മുറുക്കിയെടുത്ത് അടുക്കള ജോലികളിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ വീട്ടിലെ ജോലികൾക്ക് പുറമെ പറമ്പിലെ പണികളും ഉമ്മ കുൽസു അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഷമീറാകട്ടെ തൻ്റെ ബിസിനസ് തിരക്കുകൾ പറഞ്ഞ് വീട്ടിൽ വരുന്നത് തന്നെ കുറച്ചു. വീട്ടിലുള്ള സമയത്താകട്ടെ ഷംനയുടെ സങ്കടങ്ങൾ കേൾക്കാൻ അവൻ തയ്യാറായതുമില്ല. ഒരു ദിവസം രാവിലെ ജോലിക്കിറങ്ങാൻ തുടങ്ങിയ ഷമീറിനെ ഷംന തടഞ്ഞു. അവളുടെ കണ്ണുകൾ വിളറി വെളുത്തിരുന്നു. എന്താ ഷംന, എനിക്ക് സമയമില്ല, കടയിൽ തിരക്കുള്ള നേരമാണ്. ഷമീർ മുഖം തിരിച്ചു. എനിക്ക് 1-2 വസ്ത്രങ്ങൾ വാങ്ങണമിക്ക. ഈ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ എല്ലാം പഴകി തുടങ്ങി. ഉമ്മയോട് ചോദിക്കാൻ എനിക്ക് പേടിയാണ്, അവൾ താഴ്മയോടെ പറഞ്ഞു. ഷമീർ ഒന്ന് നിശ്വസിച്ചു. ഇപ്പോൾ കയ്യിൽ പണമില്ല ഷംന. റസാക്കിൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ട് നോക്കാം. ഷംനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. തൻ്റെ സ്വത്ത് വിറ്റ പണമാണ് റസാക്കിൻ്റെ ബിസിനസ്സിൽ ഇടുന്നത് എന്ന് അവൾക്കറിയാം. എന്നിട്ടും തൻ്റെ ഭർത്താവ് അവളോട് ഈ കള്ളം പറയുന്നു. അവൾ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അവളുടെ മൗനം ആ പഴയ വീടിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിഫലിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകൾക്കിടയിൽ ഷംന ഒരു സംസാര വിഷയമായിരുന്നു. അവൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ എല്ലാവർക്കും അറിയാം. പക്ഷേ തറവാടിൻ്റെ അന്തസ്സ് ഭയന്ന് ആരും പരസ്യമായി ഒന്നും പറഞ്ഞില്ല. എങ്കിലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുന്നവർ ഷംനയെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു, ആ കുട്ടിയുടെ മുഖത്തെ ആ പ്രകാശം കണ്ടോ? ഇത്രയേറെ സങ്കടങ്ങളുണ്ടായിട്ടും അവൾ ഇതുവരെ ആരെക്കുറിച്ചും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു വലിയൊരു പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മ കുൽസുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നിത്തുടങ്ങി. താൻ ദ്രോഹിക്കുന്ന ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് തിരിച്ചൊന്നും പറയാത്തത്? എന്തുകൊണ്ടാണ് അവൾ പ്രതികരിക്കാത്തത്? ഉമ്മ കുൽസു ചിന്തിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസം റസാഖ് തൻ്റെ പുതിയ കാറിൽ തറവാട്ടിലേക്ക് വന്നു. അവൻ വരുന്നത് കണ്ടപ്പോൾ ഷംനയുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ വിരിഞ്ഞു. വാപ്പയുടെ കൈപിടിച്ചു നടന്ന ആ കൊച്ചു റസാഖ് എവിടെ പോയി? ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പണത്തിൻ്റെ ഹുങ്ക തലക്ക് പിടിച്ച ഒരു അപരിചിതനാണ്. എന്താ റസാഖെ, നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഉമ്മ കുൽസു ആവേശത്തോടെ ചോദിച്ചു. എല്ലാം ഗംഭീരമാണുമ്മ. അടുത്ത മാസം ഞാൻ വലിയൊരു വീടിൻ്റെ പണി തുടങ്ങുകയാണ്. ഷംനയുടെ ആ പറമ്പ് വിറ്റപ്പോൾ നല്ല വില കിട്ടി. അവൻ ഷംനയെ ഒന്ന് നോക്കി പരിഹസിച്ചു ചിരിച്ചു. ഷംന ചായയുമായി ഉമ്മറത്തെത്തി. ഇക്ക, ചായ എടുക്കൂ, അവൾ ശാന്തമായി പറഞ്ഞു. റസാഖ് ചായ ഗ്ലാസ് കൈക്കലാക്കി. ഷംന, നീ ഇപ്പോഴും ഈ പഴയ വേഷത്തിൽ തന്നെയാണോ? ഷമീർ നിനക്കൊന്നും വാങ്ങിത്തരുന്നില്ലേ? അതോ നീ ഇപ്പോഴും ആ പറമ്പിൻ്റെ സങ്കടത്തിലാണോ? ഷംന പുഞ്ചിരിച്ചു. എനിക്ക് ആ പറമ്പിൻ്റെ സങ്കടമില്ലക്ക. അത് വാപ്പ എനിക്ക് തന്നതായിരുന്നു. നിങ്ങൾ അതെടുത്തു. അള്ളാഹു തന്നത് അള്ളാഹു തന്നെ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പരാതിയൊന്നുമില്ല. അവളുടെ ആ മറുപടി റസാഖിനെ ഒന്ന് പിടിച്ചുലച്ചു. അവൻ ചായ കുടിച്ചു വേഗം അവിടെ നിന്നിറങ്ങി. പക്ഷേ ഷംനയുടെ ആ പുഞ്ചിരിയും ശാന്തതയും ഉമ്മ കുൽസുവിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. അന്നു രാത്രി ഗ്രാമത്തിൽ കഠിനമായ മഴ പെയ്തു. ഇടിയും മിന്നലും തറവാടിനെ നടുക്കി. ഷംന തൻ്റെ മുറിയിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഉമ്മ കുൽസുവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നിലവിളി കേട്ടത്. ഷംനയും ഷമീറും ഓടിച്ചെന്നു. എന്താ ഉമ്മ, എന്തുപറ്റി? ഷമീർ ആകുലതയോടെ ചോദിച്ചു.
എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു ഷമീറെ. ആരോ മുറിയിൽ നിൽക്കുന്നത് പോലെ. ആ ഷംനയുടെ പ്രാർത്ഥനകൾ എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. അവൾ എന്നെ ശപിക്കുകയാണോ? ഉമ്മ കുൽസു വിയർത്തു കുളിച്ച് കിടക്കുകയായിരുന്നു. ഷംന അരികിലേക്ക് ചെന്നു. ഞാൻ ആരെയും ശപിക്കാറില്ലുമ്മ. ഞാൻ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ക്ഷമ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഹിദായത്തും ചോദിക്കാറുണ്ട്. ഉമ്മ സമാധാനമായി കിടന്നോളൂ. അവൾ ഉമ്മ കുൽസുവിനെ കുടിക്കാൻ വെള്ളം നൽകി. ആ നിമിഷം ഉമ്മ കുൽസുവിൻ്റെ ഉള്ളിൽ ഒരു തരിപ്പും കുറ്റബോധവും കടന്നു വന്നു. പക്ഷേ പുറത്ത് അവർ അത് കാണിച്ചില്ല. ദിവസങ്ങൾ പിന്നിട്ടു. വേനൽ കടുത്തു. ഷംനയുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും കടുത്തുകൊണ്ടിരുന്നു. ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയും കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചും ഉമ്മ കുൽസു അവളെ പീഡിപ്പിച്ചു. ഷമീർ കടക്കിണിയിലാണെന്ന വാർത്തയും ഷംന അറിഞ്ഞു. റസാക്കിൻ്റെ ബിസിനസ്സിൽ മുടക്കിയ പണം തിരികെ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ഷമീർ മാനസികമായി തകർന്നു. പക്ഷേ ഷംന മാത്രം തളർന്നില്ല. അവൾ ആ തറവാട്ടിലെ ഒരു വിളക്കായി മാറി. താൻ നേരിടുന്ന എല്ലാ കഷ്ടപ്പാടുകളും തൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെന്ന് അവൾ കരുതി. ഓരോ തഹജ്ജുദ് നിസ്കാരത്തിലും അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, പടച്ചവനെ, എൻ്റെ ക്ഷമ നീ കാണുന്നുണ്ടല്ലോ. എൻ്റെ സഹോദരനും ഭർത്താവിനും സന്മാർഗം നൽകണേ. ഈ തറവാട്ടിൽ സമാധാനം നിറയ്ക്കണേ. ഒരു ദിവസം ഉച്ചയ്ക്ക് പറമ്പിലെ പണി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന ഷംന കണ്ടത് തറവാടിൻ്റെ മുന്നിൽ ഒരു ആൾക്കൂട്ടമാണ്. ആരോ കരയുന്ന ശബ്ദം കേൾക്കാം. റസാക്കിൻ്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നു. എന്തുപറ്റി? ഷംന പരിഭ്രമത്തോടെ ചോദിച്ചു. അയൽവാസി പറഞ്ഞു, ഷംന, റസാക്കിന് ബോധം പോയി. അവനെ ടൗണിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറയുന്നത് അവൻ്റെ അവസ്ഥ മോശമാണെന്നാണ്. അസുഖം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. റസാക്കിൻ്റെ ബിസിനസ് തകരുകയും അവൻ കടുത്ത രോഗബാധിതനാകുകയും ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ ഷംനയുടെ ഉള്ളൊന്നു പിടഞ്ഞു. തന്നെ വഞ്ചിച്ചവനാണെങ്കിലും അവൻ തൻ്റെ ഒരേയൊരു ആങ്ങളയാണ്. ഷംന ഉമ്മ കുൽസുവിനെ നോക്കി. അവർ വിറക്കുകയായിരുന്നു. താൻ തട്ടിയെടുത്ത സ്വത്തിൻ്റെ ശാപമാണോ ഇത് എന്ന് അവർ ഭയപ്പെട്ടു. വഞ്ചനയിലൂടെ നേടിയതെല്ലാം വിരൽത്തുമ്പിലൂടെ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഷംന പതുക്കെ അകത്തെ മുറിയിലേക്ക് പോയി. കാലം കണക്കു ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അവൾക്ക് വേണ്ടത് പ്രതികാരമല്ലായിരുന്നു, മറിച്ച് പശ്ചാത്താപമായിരുന്നു. മലബാറിലെ ആ പഴയ തറവാടിന് മുകളിൽ പടർന്ന ഇരുട്ടിന് ഇപ്പോൾ കനം കൂടിയിരിക്കുന്നു. റസാക്കിൻ്റെ അസുഖവാർത്ത കേട്ടത് മുതൽ ആ വീട്ടിൽ സമാധാനം എന്ന വാക്ക് അന്യമായി. ടൗണിലെ വലിയ ആശുപത്രിയിൽ റസാക്ക് മരണത്തോട് മല്ലിടുകയാണ്. എന്താണ് അസുഖമെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയുന്നില്ല. ശരീരമാകെ തളർന്ന് സംസാരിക്കാൻ പോലും ആകാതെ അവൻ കിടപ്പിലായി. വഞ്ചനയിലൂടെ നേടിയ ആഡംബര കാറും ബിസിനസ്സും ഒന്നും അവനെ രക്ഷിക്കാൻ എത്തുന്നില്ല. തറവാട്ടിലെ ഉമ്മറത്ത് ഉമ്മ കുൽസു തകർന്നിരിക്കുകയാണ്. തന്നെ കൂട്ടുപിടിച്ച് സ്വന്തം പെങ്ങളെ വഞ്ചിച്ച മകൻ്റെ ഈ അവസ്ഥ അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഷമീറാകട്ടെ കടക്കെണിയിൽപ്പെട്ട് ആകെ തകർന്നിരുന്നു. കടം കൊടുത്തവർ വീട്ടിൽ കയറി ബഹളം വെച്ചു തുടങ്ങി. ഷംനയുടെ സ്വത്ത് വിറ്റ പണം കൊണ്ട് തുടങ്ങിയ ബിസിനസ് എല്ലാം തകർന്നു തരിപ്പണമായി. ഷംന, നീ ഒന്ന് ആശുപത്രി വരെ വരുമോ? റസാക്കിന് എന്നെ കാണണമെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഷമീർ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ ഷംനയോട് ചോദിച്ചു. ഷംന ഒന്നും മിണ്ടിയില്ല. അവൾ തൻ്റെ തട്ടമെടുത്ത് തലയിലൂടെ പുതച്ചു. തന്നെ ചതിച്ച് പടിയടച്ചു പുറത്താക്കാൻ നോക്കിയ സഹോദരനാണ്. പക്ഷേ അവളുടെ ഉള്ളിൽ പ്രതികാരമായിരുന്നില്ല, മറിച്ച് സഹതാപമായിരുന്നു. ആശുപത്രിയിലെ ആ വെളുത്തുമുറിയിൽ റസാക്കി കിടക്കുന്നത് കണ്ടപ്പോൾ ഷംനയുടെ കണ്ണു നിറഞ്ഞു. പണ്ട് വാപ്പയുടെ വിരൽത്തൂമ്പിൽ തൂങ്ങി നടന്നിരുന്ന ആ കൊച്ചു റസാക്കിൻ്റെ മുഖം അവൾക്ക് ഓർമ്മ വന്നു. ഇന്ന് അവൻ വെറുമൊരു അസ്ഥികൂടമായി മാറിയിരിക്കുന്നു. ഷംനയെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. അവൻ തൻ്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് അവളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു. ഇക്ക, ഒന്നും പറയണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. ഷംന അവൻ്റെ നെറ്റിയിൽ തലോടി. റസാക്ക് കഷ്ടപ്പെട്ട് തൻ്റെ തലയിണക്ക് താഴെ ഇരുന്ന ഒരു കവർ അവളുടെ നേരെ നീട്ടി. അത് തുറന്നപ്പോൾ ഷംനയുടെ കൈകൾ വിറച്ചു. തൻ്റെ വാപ്പ അവൾക്കായി കരുതി വെച്ച ആ പഴയ ആധാരവും ബാക്കിയുള്ള പണവും രേഖകളുമായിരുന്നു അത്. ഷംന, എന്നോട് ക്ഷമിക്കണം. പണത്തോടുള്ള ആർത്തി കൊണ്ട് ഞാൻ നിന്നെ മറന്നുപോയി. ഈ സ്വത്ത് എനിക്ക് വേണ്ട. ഇത് നിൻ്റേതാണ്. ഇത് കൈവശം വെച്ച അന്ന് മുതൽ എനിക്ക് സമാധാനമില്ല. റസാക്ക് വിക്കി വിക്കി പറഞ്ഞു. ഷംന ആ രേഖകൾ വാങ്ങി. അവൾക്ക് സന്തോഷമല്ല, വല്ലാത്തൊരു ഭാരമാണ് തോന്നിയത്. ഇക്ക, ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പൊരുത്തപ്പെട്ടതാണ്. നമ്മൾ ഒരേ ഉദരത്തിൽ ജനിച്ചവരല്ലേ. എനിക്ക് നിങ്ങളോട് ദേഷ്യം വെക്കാൻ കഴിയില്ല. ഷംനയുടെ ആ വാക്കുകൾ ആ മുറിയിലുണ്ടായിരുന്ന ഉമ്മ കുൽസുവിൻ്റെയും ഷമീറിൻ്റെയും ചങ്കിൽ തുളച്ചു കയറി. അവർ ചെയ്ത ക്രൂരതകൾക്ക് ഷംന നൽകിയ മറുപടി ക്ഷമയായിരുന്നു.
ഒരു ദിവസം വൈകുന്നേരം ഷംന തന്റെ തിരികെ കിട്ടിയ പുരയിടത്തിലേക്ക് പോയി. അവിടെ കാടുപിടിച്ചു കിടന്ന പറമ്പ് വൃത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. കൂട്ടിന് ഷമീറും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്ത ആ പറമ്പിലെ മണ്ണ് ഷമീർ തൂമ്പയൊടുത്തി കിളച്ചു തുടങ്ങി. നമുക്കിവിടെ വീണ്ടും കൃഷി തുടങ്ങണം ഷംന. വാപ്പ പണ്ട് ആഗ്രഹിച്ച പോലെ ഇവിടെ മുഴുവൻ തെങ്ങുകളും വാഴകളും വെച്ച് പിടിപ്പിക്കണം, ഷമീർ ഉത്സാഹത്തോടെ പറഞ്ഞു. ഷംന പുഞ്ചിരിച്ചു. അവൾ ആ മണ്ണിലേക്ക് നോക്കി നിന്നു. തൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഓടിക്കളിച്ച മണ്ണ്. പെട്ടെന്ന് പറമ്പിൻ്റെ ഒരു മൂലയിലുള്ള പഴയ വലിയ മാവിൻ്റെ ചുവട്ടിൽ ഷമീറിൻ്റെ തുമ്പ എന്തോ കടുപ്പമുള്ള ഒന്നിൽ തട്ടി. ഇതെന്താ ഇത്ര കടുപ്പം? ഷമീർ ആ മണ്ണ് നീക്കം ചെയ്തു. ഷംന അരികിലേക്ക് ചെന്നു. അവർ രണ്ടുപേരും ചേർന്ന് മണ്ണ് നീക്കി. അവിടെ ഒരു പഴയ ചെമ്പുപാത്രം മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടപ്പ് കളിമണ്ണ് കൊണ്ട് മുദ്ര വെച്ചതായിരുന്നു. ഷംന, ഇതെന്തോ നിധിയാണെന്ന് തോന്നുന്നു. ഷമീറിൻ്റെ ശബ്ദമിടറി. അവർ രണ്ടുപേരും ചേർന്ന് ആ പാത്രം പുറത്തെടുത്തു. വിറക്കുന്ന കൈകളോടെ ഷമീർ അതിൻ്റെ അടപ്പ് തുറന്നു. ആ സന്ധ്യാസമയത്തെ മങ്ങിയ വെളിച്ചത്തിലും ആ പാത്രത്തിനുള്ളിൽ നിന്ന് സ്വർണത്തിൻ്റെ തിളക്കം പുറത്തേക്ക് വന്നു. പഴയ കാലത്തെ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും കൊണ്ട് ആ പാത്രം നിറഞ്ഞിരുന്നു. ഇത് തൻ്റെ പൂർവികർ ആരോ പണ്ട് കുഴിച്ചിട്ടതാകാം. തൻ്റെ വാപ്പ പോലും അറിയാതെ ഈ മണ്ണിൽ ഒളിഞ്ഞിരുന്ന നിധി. ക്ഷമയോടെ കാത്തിരുന്ന ഷംനയ്ക്ക് അള്ളാഹു നൽകിയ അത്ഭുതകരമായ സമ്മാനം. ഷംനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. അവൾ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നു. പടച്ചവനെ, നീ എത്ര വലിയവനാണ്! നീ നീതിമാനാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര വലിയൊരു അനുഗ്രഹം നീ എനിക്കായി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വാർത്ത കാറ്റുപോലെ ഗ്രാമത്തിൽ പടർന്നു. ഷംനയ്ക്ക് നിധി കിട്ടിയെന്നറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി. റസാഖും ഉമ്മുകുൽസും അവിടെ എത്തി. അവർ ആ സ്വർണം കണ്ട് അത്ഭുതപ്പെട്ടില്ല, മറിച്ച് ഷംനയുടെ ഭാഗ്യത്തെ ഓർത്ത് സന്തോഷിച്ചു. മോളെ ഷംന, ഇത് നിന്റെ ക്ഷമയ്ക്ക് അള്ളാഹു നൽകിയ പ്രതിഫലമാണ്. നിന്നെ തകർക്കാൻ നോക്കി ഞങ്ങൾക്ക് മണ്ണ് കിട്ടി. പടച്ചവനെ വിശ്വസിച്ച് നിനക്ക് പൊന്നും കിട്ടി, ഉമ്മുകുൽസു കണ്ണീരോടെ പറഞ്ഞു. ആ പഴയ തറവാട് ഇപ്പോൾ പഴയതുപോലെയല്ല. കന്മതിലുകൾക്കുള്ളിൽ പണ്ട് തങ്ങി നിന്നിരുന്ന ആ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. ഉമ്മറത്തെ തൂണുകളിൽ പടർന്നിരുന്ന മാറാലകൾ നീക്കം ചെയ്യപ്പെട്ടു. മുറ്റവും പരിസരവും വൃത്തിയായി കിടക്കുന്നു. ഷംനയ്ക്ക് പുരയിടത്തിൽ നിന്ന് ലഭിച്ച ആ നിധി ഗ്രാമത്തിലെങ്ങും വലിയൊരു സംസാര വിഷയമായിരുന്നു. പക്ഷേ ആ നിധി ഷംനയെ മാറ്റിയത് പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടായിരുന്നില്ല, മറിച്ച് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള കരുത്ത് നൽകിക്കൊണ്ടായിരുന്നു. സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ആ ചെമ്പുകുടം ഷംനയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. അവൾ ആദ്യം ചെയ്തത് തൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ ആ ഗ്രാമത്തിൽ ഒരു ചെറിയ അനാഥാലയവും മദ്രസയും സ്ഥാപിക്കുക എന്നതായിരുന്നു. താൻ അനുഭവിച്ച അനാഥത്വത്തിൻ്റെ വേദനയും നിസ്സഹായാവസ്ഥയും മറ്റാരും അനുഭവിക്കരുത് എന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഷംന ആ നിധി കൈക്കലാക്കി ആഡംബരം കാണിച്ചില്ല. അവൾ ആ സ്വർണത്തിൻ്റെ നല്ലൊരു ഭാഗം പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിനും അനാഥർക്കും വേണ്ടി നീക്കിവെച്ചു. ബാക്കി പണം കൊണ്ട് ഷമീറിൻ്റെ കടങ്ങൾ തീർക്കുകയും റസാഖിനെ ബിസിനസ്സിൽ സഹായിക്കുകയും ചെയ്തു. ആ തറവാട്ടിൽ ഇപ്പോൾ പഴയ സങ്കടത്തിൻ്റെ ഗന്ധമില്ല. ഷംന, നീ ഇത്രയും പണം പാവങ്ങൾക്കായി ചിലവാക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കുന്നില്ലേ? ഒരു ദിവസം ഷമീർ ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തിൽ പണ്ടത്തെ പോലെ സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല, മറിച്ച് അവളോടുള്ള ഒരു ബഹുമാനവും കൗതുകവും മാത്രമായിരുന്നു. ഷംന പുഞ്ചിരിച്ചു. ഇക്ക, ഈ നിധി എനിക്ക് അള്ളാഹു തന്നത് എൻ്റെ സുഖസൗകര്യങ്ങൾക്കല്ല, എൻ്റെ ക്ഷമക്ക് അവൻ നൽകിയ ഒരു ഉത്തരവാദിത്തമാണിത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ അള്ളാഹു തന്നിട്ടുണ്ടല്ലോ. ഷമീർ തല കുനിച്ചു. ഷംനയുടെ വാക്കുകളിലെ സത്യം അവനെ വല്ലാതെ സ്പർശിച്ചു. കടക്കണിയിൽ നിന്ന് തന്നെ രക്ഷിച്ചതും തകർന്നുപോയ ബിസിനസ് വീണ്ടും പടുത്തുയർത്താൻ സഹായിച്ചതും തൻ്റെ ഭാര്യയുടെ ഈ വലിയ മനസ്സാണെന്ന് അവൻ നന്ദിയോടെ ഓർത്തു. ഉമ്മുകുൽസു അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. മോളെ ഷംന, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. ഈ തറവാടിൻ്റെ ഐശ്വര്യം നീ ഉണ്ടായപ്പോഴാണെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഉമ്മുകുൽസു ഷംനയുടെ കൈകളിൽ പിടിച്ചു കരഞ്ഞു. ഷംന അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉമ്മ, എല്ലാം പടച്ചവൻ്റെ പരീക്ഷണങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ഷമീർ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമായി പങ്കെടുക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യനായി മാറി. തറവാട്ടിലെ മാറ്റം ഉമ്മുകുൽസുവിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രകടമായത്. പണ്ട് അധികാരം പ്രയോഗിച്ചിരുന്ന ആ അമ്മായിയമ്മ ഇന്ന് ഷംനയുടെ നിഴലായി മാറി. ഷംനയുടെ കൈകൊണ്ട് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയൊരു ആശ്വാസത്തിൻ്റെ ഗുണമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. മോളെ, നീ എന്നോട് പൂർണ്ണമായി പൊരുത്തപ്പെട്ടോ? ഇടയ്ക്കിടെ അവർ സങ്കടത്തോടെ ചോദിക്കും. ഉമ്മ, ഞാൻ എന്നോ പൊരുത്തപ്പെട്ടതാണ്.
അന്ന് ഞാൻ കരഞ്ഞത് സങ്കടം കൊണ്ടായിരുന്നില്ല. പകരം ഉമ്മയെയും ഇക്കയെയും അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് ഉത്തരം ലഭിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി ഈ സ്വർണമല്ല, നമ്മുടെ ഈ സമാധാനമാണ്. ഷംന അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞു. റസാഖ് അസുഖത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി. അവൻ തൻ്റെ പഴയ ബിസിനസ് രീതികൾ ഉപേക്ഷിച്ചു. ഷംനയുടെ നിർദ്ദേശപ്രകാരം അവർ ആ ഗ്രാമത്തിലെ പാവപ്പെട്ട കർഷകരെ സഹായിക്കാനായി ഒരു സംരംഭം തുടങ്ങി. താൻ പണ്ട് തട്ടിയെടുത്ത ആ തെങ്ങിൻ തോപ്പ് ഇപ്പോൾ ഷംനയുടെ ഉടമസ്ഥയിലാണെങ്കിലും റസാഖാണ് അവിടെ കൃഷി നോക്കി നടത്തുന്നത്. അത് തൻ്റെ വാപ്പയുടെ സ്വത്താണെന്ന വിചാരത്തേക്കാൾ തൻ്റെ അനിയത്തിയുടെ പുണ്യമാണെന്ന് അവൻ അഭിമാനത്തോടെ പറയും. ഒരു പെരുന്നാൾ ദിനം തറവാട് അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്കെല്ലാം ഷംന പുതുവസ്ത്രങ്ങളും ഭക്ഷണവും നൽകി. ഉമ്മറത്തെ കുത്തുപണികളുള്ള തൂണുകളിൽ ചാരി നിന്ന് ഷംന തൻ്റെ കുട്ടിക്കാലം ഓർത്തു. വാപ്പയും ഉമ്മയും ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. പക്ഷേ തൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് അത് തൃപ്തി നൽകുന്നുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. ഒരു വൈകുന്നേരം ആ വലിയ തറവാടിൻ്റെ മുറ്റത്ത് ഒരുമിച്ചിരുന്നപ്പോൾ റസാഖ് പറഞ്ഞു, ഷംന, നിനക്ക് ലഭിച്ച ആ നിധിയേക്കാൾ വലിയൊരു നിധി നിന്റെ ഈ ക്ഷമയാണ്. ആ ക്ഷമയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. ഷമീറിന് ഈ ബിസിനസ് ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ കുടുംബം ചിന്നിച്ചിതറിപ്പോയേനെ. ഷമീർ ഷംനയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിന്നു. ശരിയാണ് റസാഖെ, ക്ഷമയുടെ സുഗന്ധമെന്ന് പറയുന്നത് ഇതാണ്. പരീക്ഷണങ്ങളുടെ കൈപ്പുള്ള കാലം കഴിയുമ്പോൾ അള്ളാഹു നൽകുന്ന മധുരം വളരെ വലുതാണ്. കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഷംന എന്ന പെൺകുട്ടി ഒരു മാതൃകയായി ആ ഗ്രാമത്തിൽ വാഴ്ത്തപ്പെടുന്നു. വഞ്ചനയ്ക്കും ക്രൂരതയ്ക്കും മുന്നിൽ ആയുധമെടുക്കാതെ പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും ഒരാൾക്ക് എങ്ങനെ ലോകം കീഴടക്കാം എന്ന് അവൾ കാണിച്ചു തന്നു. ആ പഴയ തറവാടിന് മുകളിൽ ഇപ്പോൾ നന്മയുടെ സ്വർണ്ണനൂലുകൾ നെയ്യപ്പെട്ടിരിക്കുന്നു. ഓരോ മഗ്രിബ് ബാങ്കിന് ശേഷം ആ വീട്ടിൽ നിന്ന് ഉയരുന്ന ഖുർആൻ പാരായണത്തിന് പണ്ടത്തേക്കാൾ തെളിച്ചമുണ്ട്. ക്ഷമിക്കുന്നവർക്കും അള്ളാഹുവിൽ തവക്കുൽ ആക്കുന്നവർക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരിക്കലും അവസാനിക്കില്ല എന്ന വലിയ പാഠം ഷംനയുടെയും ഷമീറിൻ്റെയും ജീവിതം വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ഷംന വീണ്ടും തൻ്റെ നിസ്കാരപ്പായിൽ സുജൂദിലായി. അവളുടെ ഹൃദയം മന്ത്രിച്ചു, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്.